അതുകൊണ്ടാണ് ഈ പാട്ട് ഇതിപ്പോൾ പാടുന്നത്. എപ്പോൾ പാട്ട് പാടാൻ പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പാടുന്ന ഒരു പാട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് വേറെ പാട്ടുകളും പാടും. അതാണ് കൂടുതലും മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രമിരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവരൊരുക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചു, നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിനും വച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖമത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാൽ ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവയെ മടങ്ങി വരണമേ. എത്രത്തോളം താമസം, അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ദൈവത്തിൻ്റെ വിശ്വാസവാക്കുകൾ നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. നമ്മളോട് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കും. യോർദാനക്കരെ കാണുന്നു എൻ വാഗ്ദത്തദേശം ശോഭയായി. യോർദാനക്കരെ കാണുന്നു എൻ വാഗ്ദത്തദേശം ശോഭയായി. ശോഭയായി ശോഭയായി എൻ വാഗ്ദത്തദേശം ശോഭയായി. ശോഭയായി ശോഭയായി വാഗ്ദത്തദേശം ശോഭയായി. യോർദാൻ നദിയെ തരണം ചെയ്യുമെൻ രക്ഷകൻ ബോട്ടിൽ ധൈര്യമായി. യോർദാൻ നദിയെ തരണം ചെയ്യുമെൻ രക്ഷകൻ ബോട്ടിൽ ധൈര്യമായി. ധൈര്യമായി ധൈര്യമായി എൻ രക്ഷകൻ ബോട്ടിൽ ധൈര്യമായി. ധൈര്യമായി ധൈര്യമായി രക്ഷകൻ ബോട്ടിൽ ധൈര്യമായി. ഓളങ്ങളന്മേൽ കവിഞ്ഞു വരുമ്പോൾ രക്ഷകന്മാർ വിചാരും ഞാൻ. ഓളങ്ങളന്മേൽ കവിഞ്ഞു വരുമ്പോൾ രക്ഷകന്മാർ വിചാരും ഞാൻ. ചാരും ഞാൻ ചാരും ഞാൻ രക്ഷകന്മാർ വിചാരും ഞാൻ. ചാരും ഞാൻ ചാരും ഞാൻ രക്ഷകന്മാർ വിചാരും ഞാൻ. ഓളങ്ങളന്മേൽ കവിഞ്ഞു വരുമ്പോൾ രക്ഷകന്മാർ വിചാരും ഞാൻ. ചാരും ഞാൻ ചാരും ഞാൻ രക്ഷകന്മാർ വിചാരും ഞാൻ. ജീവന്റെ വൃക്ഷത്തെ അക്കരെ ദേശത്തെ കാൺകയാൽ ഞാൻ ഓടുന്നു 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 ഞാൻ അക്കരെ ദേശത്തേക്ക് ഓടുന്നു. ഓടുന്നു ഓടുന്നു ഞാൻ അക്കരെ ദേശത്തേക്ക് ഓടുന്നു. വണികന്മാരുടെ ഇമ്പഗാനം കേൾക്കുന്നു ഞാൻ അക്കരെ. വണികന്മാരുടെ ഇമ്പഗാനം കേൾക്കുന്നു ഞാൻ അക്കരെ. കേൾക്കുന്നു കേൾക്കുന്നു ഞാൻ ഹല്ലേലൂയ ഗീതം കേൾക്കുന്നു. കേൾക്കുന്നു കേൾക്കുന്നു ഞാൻ ഹല്ലേലൂയ ഗീതം കേൾക്കുന്നു. യേശുവിൻ കാന്തയാം നാഥനോടൊത്തു ഞാൻ വാഴുന്ന കാലം ശീഘ്രമായി. യേശുവിൻ കാന്തയാം നാഥനോടൊത്തു ഞാൻ വാഴുന്ന കാലം ശീഘ്രമായി. ശീഘ്രമായി ശീഘ്രമായി വാഴുന്ന കാലം ശീഘ്രമായി. ശീഘ്രമായി ശീഘ്രമായി വാഴുന്ന കാലം ശീഘ്രമായി. യോർദാനക്കരെ കാണുന്നു വാഗ്ദത്തദേശം ശോഭയായി. യോർദാനക്കരെ കാണുന്നു എൻ വാഗ്ദത്തദേശം ശോഭയായി. ശോഭയായി ശോഭയായി എൻ വാഗ്ദത്തദേശം ശോഭയായി. ശോഭയായി ശോഭയായി വാഗ്ദത്തദേശം ശോഭയായി. ആമേൻ. സ്തോത്രം. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രത്യേകമായ സന്ദർഭത്തിൽ ഞങ്ങൾക്ക്
അവസരത്തെ ഓർത്ത് ദൈവത്തെ വാഴ്ത്തുകയും കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. വാത്സല്യ അമ്മച്ചിയുടെ സഹോദരന്മാരുടെ കൂട്ടത്തിലൊരു മൂത്ത സഹോദരൻ്റെ മകൻ്റെ മകനാണ് ഞാൻ. പല സന്ദർഭങ്ങളിലൂടെ വരുവാനും വാത്സല്യ മാതാവിനെ കാണുവാനും ഒക്കെ എനിക്ക് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഈ ഭവനത്തിൽ വന്ന് വാത്സല്യ മാതാവിനെ കാണുമ്പോൾ എന്നെ ആദ്യമായി കണ്ടപ്പോൾ നീ അഭിഷേകം പ്രാപിച്ചതാണോ എന്നാണ് എന്നോട് ആദ്യമായി ചോദിച്ച വാക്ക് ഞാൻ ഇന്ന് ഓർമ്മ. ദീർഘവർഷങ്ങൾക്കപ്പുറത്ത് ഈ ദേശത്ത് വന്ന് കുടുംബമായിട്ട് പാർത്ത് കർത്താവിനെ സേവിപ്പാനും ആരാധിപ്പാനും ഉത്തമമായിട്ടുള്ള ക്രിസ്തീയ ജീവിതവും ശ്രേഷ്ഠമായ കുടുംബജീവിതവും നയിച്ച് തൻ്റെ മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും തലമുറകളെയും ഒക്കെ കണ്ട് സന്തോഷിപ്പാനായിട്ട് ദീർഘായുസ് പ്രാപിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാനായിട്ട് കർത്താവ് അവസരങ്ങൾ ഒരുക്കിയത് ഓർത്ത് ഞാൻ അധികത്തെ വാഴ്ത്തുകയും കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. തനിക്ക് ലഭ്യമായ അവസരങ്ങളൊക്കെ വളരെ ഭയത്തോടെയും ഭക്തിയോടെയും നീതിയോടെയും ജീവിപ്പാനായിട്ടിടയായി തൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ പതിയോപദേശത്തിലും ദൈവകൃപയിലും വളർത്തുവാനായിട്ടിടയായി തിരുവഴുത്തിൽ നാം വായിക്കുന്നത് പോലെ എൻ്റെ മക്കളൊക്കെയും സത്യത്തിൽ നടക്കുന്നു എന്നുള്ളതിനേക്കാൾ അധികം സന്തോഷം മറ്റൊന്നില്ല എന്ന തിരുവഴുത്തിൽ യോഹന്നാൻ്റെ ലേഖനത്തിൽ നാം വായിക്കുന്നത് പോലെ തൻ്റെ തലമുറകളൊക്കെ അക്ഷയമായി കർത്താവിനെ സ്നേഹിപ്പാനും ആരാധിപ്പാനും വിശുദ്ധമായ ജീവിതം നയിപ്പാനും കർത്താവ് അവസരങ്ങൾ നൽകി ആ സന്തോഷം അനുഭവിച്ച് വളരെ പ്രത്യാശയോടെ ദൈവസന്നിധിയിൽ വാത്സല്യ മാതാവ് കഴിഞ്ഞ സായംവേളയിൽ ചേരുവാനായിട്ടിടയായി തീർന്നത് ഓർത്ത് ദൈവത്തെ വാഴ്ത്തുകയും കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. തേക്കാട്ടിൽ കുടുംബത്തിലാണ് വാത്സല്യ മാതാവ് ജനിച്ച് വളരുവാനായിട്ടിടയായത്. 2 കുടുംബത്തിലായി ഏതാണ്ട് 11ഓളം സഹോദരന്മാർ. അതിവിടെ ഇരിക്കുന്ന മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. 2 കുടുംബങ്ങളിലായി ഒരു 11ഓളം മക്കൾ ഉണ്ട് എന്നുള്ളതാണ് ശരിയായ എനിക്കറിയാവുന്ന അറിവ്. ആ ഒരു ആങ്ങളയുടെ കൊച്ചുമകനാണ് ഞാൻ. ഞങ്ങളുടെ സഹോദരങ്ങളെ പല പ്രിയപ്പെട്ടവർ വിവിധ ഇടങ്ങളിലാണ്. ബാംഗ്ലൂരിൽ നിന്ന് ധാരാളം ആളുകൾ ഈ വന്ന് സംബന്ധിക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ആളെ അവിടെ ഒരു വിവാഹം നടക്കുന്നതോടെ അവർക്ക് വരുവാനായിട്ട് കഴിയാത്ത സാഹചര്യങ്ങളാണ് ഉണ്ടായത്. ആ കാര്യങ്ങൾ അവർ പ്രത്യേകം പറയുവാനായിട്ടിടയായി. പല സന്ദർഭങ്ങളിൽ ഇവിടെ വന്ന് പ്രിയപ്പെട്ടവർക്കെല്ലാം മാതാവിനെ കാണുവാൻ അമ്മച്ചിയുടെ ഇളയ ആങ്ങളുടെ മക്കൾക്ക് എല്ലാവരും വിവിധ ഇടങ്ങളിലാണ് അവർക്കൊന്ന് കടന്നു വരുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അവരുടെ കണ്ണുകൾ സ്നേഹിക്കണമെന്ന് അവർ പ്രത്യേകമായിട്ട് പറഞ്ഞിരുന്നു. പ്രിയമുള്ളവരെ, മരണം യാഥാർത്ഥ്യമായിരിക്കുന്ന ഒരു വസ്തുതയാണ്. അമ്മച്ചിയുടെ ഏറ്റവും ഇളയ ആങ്ങളെ മാധവ് കുടിച്ചായൻ്റെ മൂത്ത മകൻ ഷമോൻ കുടിച്ചായൻ്റെ മകന് ഓർത്തഡോക്സ് സഭയിലെ ഒരു അച്ഛനാണ്. അദ്ദേഹത്തിന് ഇന്നലെ ഈ വിവരങ്ങൾ അറിഞ്ഞിട്ട് വിളിച്ച് ഞാൻ പോകുന്നത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇവിടെ ദുഃഖവും പ്രത്യാശയും അറിയിപ്പാനായിട്ട് വിശേഷാൽ അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ആ കാര്യം ഇവിടെ ഓർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ഈ വഴിയായിട്ട് കടന്നു പോകേണ്ടുന്ന ആളുകളാണ്. സമയം നമുക്ക് നിശ്ചയമില്ല, മരണം നിശ്ചയമാണ്. ദൈവവചനം നാം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു: ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമാകുന്നുവെന്ന് ദൈവവചനത്തിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഈ വാത്സല്യ മാതാവിന് ദൈവം നാം തിരുവഴുത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? 7, 10 ഏറെ ആയാൽ 80 ഏറുമായി നിലച്ചാൽ കഷ്ടതയാണെന്നൊക്കെ നമ്മൾ പാടാറുണ്ട്. എന്നാൽ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം, 109 അല്ലേ, 109 വയസ്സ് വരെ ജീവിച്ചിരിക്കുവാനായിട്ട് കർത്താവ് ഭാഗ്യം നൽകി. ഞങ്ങളുടെ കുടുംബത്തിൽ, തേക്കാട്ടിൽ കുടുംബത്തിലെ ഏറ്റവും പ്രായം കൂടിയ അമ്മച്ചിയാണ്, ഏറ്റവും ദീർഘായുസ് പ്രാപിച്ച അമ്മച്ചിയാണ്. എൻ്റെ ബോഡിയുടെ മുൻപിലാണ് ഞാൻ നിൽക്കുന്നത്. അതിൽ വലിയ അഭിമാനമുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിലെ ആളുകൾ ഇവിടെ ഇരിക്കുന്ന എൻ്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കും മരുമക്കൾക്കും പ്രിയപ്പെട്ടവർക്കും എല്ലാം ഉള്ളത് എന്നുള്ളത് ഓർത്ത് ഞാൻ ആ ദൈവത്തെ വാഴ്ത്തുകയും കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ വരവിൽ ഈ വാത്സല്യ മാതാവിനെ കാണാമെന്നുള്ള ശുഭകരമായ പ്രതീക്ഷയും പ്രത്യാശയും ഞങ്ങൾക്കെല്ലാവർക്കും കൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന വിശ്വാസ സമൂഹത്തിന് എല്ലാവർക്കുമുണ്ട്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആ പ്രത്യാശയില്ലാതെ ആരെങ്കിലും ഇവിടെ ആയിരിക്കുമെങ്കിൽ ഈ നല്ല കർത്താവിനെ, ഈ വാത്സല്യ മാതാവ് സേവിച്ച് ആരാധിച്ച് ഈ വാത്സല്യ ആ മാതാവ് ആരാധിച്ച് ആ കർത്താവിനെ കണ്ടുമുട്ടി ആരാധിപ്പാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കർത്താവ് കൃപ നൽകുമാറാകട്ടെ എന്ന് ഞാനും വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനതയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്ന് തിരുവെട്ട് നാം വായിക്കുന്നല്ലോ. ആ സുപ്രധാന ആമായ ആ ദിവസത്തിൽ അനേകായിരം വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന ആ പൊൻപുലരിയിൽ ഞങ്ങളുടെ വാത്സല്യ മാതാവ് ഉയർത്തെഴുന്നേൽക്കും. ഞങ്ങൾക്ക് വീണ്ടും ഈ വാത്സല്യ മാതാവിനെ കാണാമെന്നുള്ള ശുഭകരമായ പ്രതീക്ഷയും പ്രത്യാശയുമുണ്ട്. അത് വിശ്വാസമുള്ള ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താണ്. അതുകൊണ്ട് ആ നിലയിൽ നിരാശകളൊന്നും ഞങ്ങൾക്ക് ഇല്ല. ദൈവത്തിന് സ്തോത്രം.
ഈ വാത്സല്യ മാതാവിൻ്റെ നിര്യാണത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഞാൻ ശുശ്രൂഷിക്കുന്ന IPC ശാലയും മൂലമറ്റം സഭയുടെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ എല്ലാ ചക്കിട്ടയിൽ കുടുംബത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഈ വാത്സല്യ മാതാവിൻ്റെ മൂലകുടുംബമായ തേക്കാട്ടിൽ കുടുംബത്തിൻ്റെയും കുടുംബാംഗങ്ങളുടെയും കുടുംബയോഗത്തിൻ്റെയും പേരിലുള്ള എല്ലാവിധമായ ദുഃഖവും പ്രത്യാശയും അനുശോചനങ്ങളും അറിയിക്കുന്നു. എനിക്കിങ്ങനെ സമയം അനുവദിച്ചു വന്ന പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയെ വിശേഷാലെ അറിയിക്കുന്നു. നമ്മുടെ കർത്താവ് വരുവാൻ അടുത്തിരിക്കിയാൽ ഒരുങ്ങി ഉണർന്നും ജാഗരിച്ചും പ്രാർത്ഥിച്ചും വിശുദ്ധിയെ തികച്ചും വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിൽ നിലനിന്നും കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങുവാൻ എനിക്കും നിങ്ങൾക്കും കർത്താവ് വിശേഷമായി കൃപ നൽകട്ടെ എന്ന് ഞാനും വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ് എന്ന് തിരുവെഴുത്തിൽ വായിക്കാനായിട്ട് ഈ ശരീരത്തിൽ നാം വസിക്കുന്ന കാലത്ത് കർത്താവിനോട് പൗലോസ് പറയുകയാണ്, ഞാൻ കുറച്ചു കാലം കൂടെ ജീവിച്ചിരിക്കുന്നാൽ അത് കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി എനിക്ക് ചില കാര്യങ്ങൾ കൂടെ ചെയ്യാനായിട്ട് കഴിയും. അല്ല, മരണമാണെങ്കിൽ ഞാൻ ഇതുവരെ സേവിച്ചാരാധിച്ച, ഞാൻ പ്രസംഗിച്ച എൻ്റെ കർത്താവിനെ മുഖാമുഖമായി കാണുന്ന ആ മനോഹരമായ ദിവസത്തെ ഓർത്ത് താൻ സന്തോഷിക്കുകയാണ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ആ പ്രത്യാശ നമുക്കെല്ലാവർക്കും ഉള്ളതോർത്ത് ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം. ഞങ്ങളുടെ വാത്സല്യ മാതാവ് നല്ല പോർ പൊരുതി, ലോകത്തോട് നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു. നീതിയുടെ കിരീടത്തിനായിട്ട് ആമേൻ പോയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. താൻ ഈ കാലം വരെ 109 വർഷം ഈ ഭൂമിയിൽ ജീവിക്കാൻ അതേ ദൈവം കൊടുത്ത ഈ ഭൗതിക ശരീരം ഈ കൂട് ഇവിടെ ഉപേക്ഷിച്ച് ആമേൻ ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അരികിലേക്ക് കടന്നു പോകുവാനായിട്ടിടയായി. ഞങ്ങളെല്ലാവരും പ്രത്യാശയോടെയാണ് ആയിരിക്കുന്നത്. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളും ഏറ്റവും അനുഗ്രഹമായി തരട്ടെ. ഏറ്റവും അനുഗ്രഹമായ മാന്യമായ ഒരു യാത്രയപ്പ് ഞങ്ങളുടെ വാത്സല്യ മാതാവിന് ലഭ്യമാകട്ടെ എന്ന് ഞാനും വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് കർത്താവ് നിത്യമായ ആശ്വാസവും സമാധാനം നൽകട്ടെ. ബദാനിയിലെ ഭവനത്തിൽ വാഴ്ത്തപ്പെട്ട കർത്താവ് കിടന്നിരുന്ന ദുഃഖത്തിലായിരുന്ന പ്രിയപ്പെട്ടവർക്ക് ആശ്വാസം പകർന്നതുപോലെ മനുഷ്യൻ്റെ വാക്കുകൾക്ക് പരിമിതികളുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നമ്മുടെ കർത്താവ് ആശ്വാസദായകനായി നമ്മോട് കൂടെയുണ്ട്. ഞാനെൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ലെന്ന് അരുളി ചെയ്ത അരുമനാഥൻ്റെ വാക്കുകൾ ശ്രേഷ്ഠമാണ്. അത് ഓർത്ത് ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വാത്സല്യ മാതാവ് പാടിയ പാട്ടിനെ കുറിച്ച് പ്രിയ മകൾ ഇവിടെ പറയുവാനായിട്ടിടയായി തീർന്നല്ലോ. കൺമണി പോലെന്നെ ഭദ്രമായി നിത്യവും കാവൽ ചെയ്തിടാമെന്നോ. കൺമണി പോലെന്നെ ഭദ്രമായി നിത്യവും കാവൽ ചെയ്തിടാമെന്നോ. തന്റെ കൺകൊണ്ടുകൊണ്ട് നടത്തിടാമെന്നാലും ഓർത്തതിമോദമോടെ തന്റെ കണ്ണുകൊണ്ട് നടത്തിടാമെന്നാലും ഓർത്തതിമോദമോടെ പാടും ഞാൻ യേശുവിന് ജീവൻ പോളും നന്ദിയോടെ. ജീവൻ പോളും നന്ദിയോടെ. കണ്ണുകളെ അടച്ച് ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതയാത്രയിലെ ഏത് സമയത്തും അങ്ങയുടെ സന്നിധിയിൽ അടുത്തു വന്ന് അപ്പാ പിതാവേ എന്ന് വിളിപ്പാൻ ഞങ്ങൾക്ക് പുത്രസ്വീകാര്യം തന്നതിനായിട്ട് നന്ദിയോട് സ്തോത്രം. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് ലഭ്യമായ രക്ഷയ്ക്കായി, അനുഗ്രഹത്തിനായി, വീണ്ടെടുപ്പിനായി, ദൈവകൃപയ്ക്കായി, പ്രത്യാശയ്ക്കായി ഞങ്ങളെ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ വാത്സല്യ മാതാവ് കഴിഞ്ഞ കാലങ്ങളിൽ ഈ ലോകത്തിൽ പാർത്തോത്രം കർത്താവിനെ അക്ഷയമായി സ്നേഹിച്ച് ആരാധിച്ച് വിശുദ്ധമായ ജീവിതം നയിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാനായിട്ടിടയായിരുന്നു. ഭൗതിക ശരീരത്തോടെ ആയിരിക്കുന്ന ഭക്തിയുള്ള പുരുഷന്മാർ സ്തേഫാനോസിന്റെ ശരീരം അടക്കം ചെയ്തു എന്ന ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളെ ദൈവം മാനിക്കുന്നു. ഏറ്റവും ശ്രേഷ്ഠമായ ഒരു യാത്രയപ്പ് തന്റെ ദാസിക്ക് ലഭ്യമാകുന്നത് കൊണ്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർ, അയൽവാസികൾ, ബന്ധുജനങ്ങള്, പരിചയത്തിൽപ്പെട്ടവര്, കർത്താവെ പ്രിയപ്പെട്ടവരൊക്കെ കടന്നു വന്ന് ആമേൻ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നത് ഓർത്ത് ദൈവത്തെ വാഴ്ത്തുകയും കർത്താവിനെ സ്തുതിക്കും. ദൂരം യാത്ര ചെയ്ത് വലിയവർക്കും കടന്നു വന്ന് ദൈവത്തെ സ്തുതിപ്പാൻ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുമിച്ചായിരിക്കാനായിട്ട് ലഭിച്ച നല്ല അവസരത്തെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാകുന്നു. ദുഃഖത്തിലായിരിക്കുന്ന മക്കളെ വിശേഷാൽ ഭാവിച്ചാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിനായിട്ട് സ്തോത്രം.
സഹോദര കുടുംബങ്ങൾ, സഹോദരിമാരുടെ കുടുംബങ്ങൾ, കൊച്ചുമക്കൾ, മരുമക്കൾ, ബന്ധുമിത്രാദികൾ, സഭയാ കുടുംബങ്ങൾ, ശുശ്രൂഷകർ എല്ലാവരെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. എല്ലാവരെയും കർത്താവ് സഹായിക്കണം. കർത്താവെ, നമ്മുടെ ശുശ്രൂഷകളെ മാനിക്കണമേ. അവിടുന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷവും പ്രത്യാശയും ദൈവകൃപ അധികമായി വർദ്ധിപ്പിക്കണമേ. ബലത്തോടെ ഞങ്ങൾ വരവിനായിട്ട് ഞങ്ങളെ ഒരുക്കണം. പ്രത്യാശ ഞങ്ങളിൽ വർദ്ധിപ്പിക്കണം. തിരുകൃപയിൽ ഞങ്ങളെ കാത്തുകൊള്ളണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജ്യോതി തോൻറുമോ ദേശമുണ്ട്, വിശ്വാസ കണ്ണാൽ കാൺകിലോ. നാം പിതാളയ്ക്കും പൊഴുതേ, നാമന്റെ വസിക സെല്ലവോ.
இருக்கிறது. நீதியுள்ள நியாயாதிபதியாகிய கர்த்தர் அந்நாளிலே அது எனக்கு தந்தருளுவார். எனக்கு மாத்திரமல்ல, அவர் பிரசன்னமாகுதலை விரும்பும் யாவருக்கும் அதை தந்தருளுவார். I was just longing to say few words, and I was waiting. I asked sir, he allowed me to speak, so I wanted to say from this. I'm her daughter's. இதனாவது என்னை அறிமுகப்படுத்துகிறேன். இந்த தாயாருடைய மகளுடைய கணவன். So in short, I want to say, Paul says, I have fought a good fight of faith. நல்ல போராட்டத்தை போராடினேன். What I could not control is to say that from ever since I met her, she was the woman who did not compromise with her faith in the Lord. அவர்களை சந்தித்த நாள் முதற்கொண்டு அவர்கள் விசுவாசத்தில் என்னளவு விட்டு வீழ்ச்சி செய்யவில்லை. She had unwavering faith in God she served. தேவனில் அசைவில்லாத ஒரு விசுவாசம் இருந்தது. தேவனுக்கு அதை சேவையாக செய்தார். I have been so much encouraged with this point in her life. She did not bother anyone, but she always gave glory to God. மற்றவர்களை தொந்தரவு செய்யாமல் எப்பொழுதும் தேவனுக்கு மகிமை செலுத்துகிற காரியம் என்னை மிகவும் கவர்ந்தது. And therefore God gave her so much honor to live for so long, to be a blessing to many people, not only here, even for the whole world. அப்படினால தேவன் அவளுக்கு தீர்க்காசை கொடுத்து இங்கே இருக்கிறது மட்டுமல்ல அநேகருக்கு ஆசீர்வாதமாக்கினார். And so this morning I wanted to be unhappy and sad, but I could not, because I had the joy that she taught us a lesson that if we have unwavering faith, God will always honor you, no matter in what condition you live in. இந்த காலையில் நான் துக்கமாக இருக்க வேண்டும் என்று விரும்பினால் என்னால் முடியவில்லை. ஏனென்றால் அவர்கள் அசைவில்லாத விசுவாசம் இருந்தால் தேவன் கனம் பண்ணுவார் என்பதை வெளிப்படுத்தியிருக்கிறார். Just one more verse I want to tell you, remind you. ஒரே ஒரு வசனத்தை சொல்லுகிறேன். It says in the Bible that precious in the sight of God is the death of his saints. தம்முடைய நீதிமானுடைய மரணம் கர்த்தருடைய பார்வையில் வெளியேறப்பட்டது என்று வேதம் சொல்கிறது. This morning God is so happy that in his sight her death or calling to him has been so precious. இந்த காலவேளையிலும் கூட அவர்களை தேவனிடத்தில் அழைத்துக் கொண்டு அவருடைய பார்வையில் மிக வெளியேறப்பட்டதாக இருக்கிறது. One reason that God tells about her, that her death is so precious for him, is because for her the faith of God was most precious. இந்த தாயாருடைய அழைப்பு அவளுக்கு வெளியேறப்பட்டது. ஏனென்றால் அவளுடைய விசுவாசம் வெளியேறப்பட்டதாக இருந்தது. So not taking any time, I want to say this, that as I have been encouraged, let us all be encouraged to see that like her, for her faith in the Lord was so strong and precious, like that we also should not worried about anything in the world, but the precious faith which God has given, never to lose in life. ஒரு காரியத்தை இந்த காலையிலே என்னோடு உங்களுக்கு நான் சொல்ல விரும்புகிறது, அவர்கள் பிடித்துக் கொண்ட விசுவாசத்தை நீங்கள் உறுதியாக பிடித்துக் கொண்டால் இந்த உலகத்தில் ஒன்றை குறித்து கவலைப்படுவார்கள். Through her faith, may God bless every one of her relatives, everyone who knew,
every families. And this morning, I want to say this. It's so precious day, even for this Kodaikanal and many other places, that like servant of God like her has been so blessing, and let that continue for us also. இந்த வேலையில் நான் சொல்ல வரும்போது அவருடைய விசுவாசம் மிகவும் அருமையான இந்த விசுவாசம் நம்ம எல்லாருக்கும் ஒரு உற்சாகத்தை தருகிறதும் இந்த அவருடைய மரணம் என்பது நமக்கு மட்டுமல்ல இந்த கொடைக்கானலுக்கும் இந்த தேசத்துக்கும் அது ஒரு ஆசீர்வாதமான ஒரு பரிசு வாழ்ந்த மரணம் போல இருக்கும். Vedam ne
സുഖം ഇപ്പോഴല്ല സമയം സ്വന്തം നാട്ടിൽ ദൈവമുഖം കണ്ടയാത്രേ വാഞ്ചിതം സ്വന്തം നാട്ടിൽ ദൈവമുഖം കണ്ടയാത്രേ വാഞ്ചിതം കൂടുന്നതിന ഒന്നും വേണ്ട യാത്രയിൽ ഭാരങ്ങൾ കൂടുന്നതിന ഒന്നും വേണ്ട യാത്രയിൽ അല്പമല്പം വിശപ്പിനു സ്വൽപവെള്ളം ദാഹിക്കും അല്പമല്പം വിശപ്പിനു സ്വൽപവെള്ളം ദാഹിക്കും സ്ഥലമാവിശേഷം പരമേത്ര മധുരം സ്ഥലമാവിശേഷം പരമേത്ര മധുരം വേണ്ട വേണ്ട ഭൂപ്രദേശം അല്ല എന്റെ പാർപ്പിടം വേണ്ട വേണ്ട ഭൂപ്രദേശം അല്ല എന്റെ പാർപ്പിടം നിത്യമായോ വാസസ്ഥലം എനിക്കുണ്ട് സ്വർഗ്ഗത്തിൽ നിത്യമായോ വാസസ്ഥലം എനിക്കുണ്ട് സ്വർഗ്ഗത്തിൽ ജീവവൃക്ഷത്തിന്റെ ഫലം
ஸ்தோத்திரம் 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 நாம் நன்றியோடு ஸ்தோத்திரம் ஸ்தோத்திரம். கத்தர் கிருபையாய் அண்ணம் அம்மச்சியையும் கத்தர் நேசித்து விலையேறப்பட்ட இரத்தத்தினாலே ரட்சித்து மீட்டெடுத்து ஆண்டவருடைய வலது கரத்துக்குள்ளே காணப்படும்படியாய் கத்தர் உதவி செய்தார். இவ்வளவு பெரிதான பரிசுத்தவான்களுடைய ஐக்கியத்தில் கத்தர் அம்மச்சியும் கொண்டு வந்த கிருபைகளுக்காய் கத்தரை ஸ்தோத்திரம். பூமியிலே 109 ஆண்டுகள் விலையேறப்பட்ட ஆண்டுகள் வாழ்ந்தார்கள். அது கர்த்தருக்காக வாழும்படியாக கர்த்தர் இந்த அம்மச்சிக்கு விசேஷித்த கிருபையை கர்த்தர் கொடுத்தார். அதற்காய் கர்த்தரை ஸ்தோத்திரம் பண்ணுவோம். பாவத்துக்கு மரித்து நீதிக்கு பிழைக்கும்படியாக கர்த்தர் விதேயப்பட்டதான பிதா குமாரன் பரிசுத்தாவின் நாமத்தில் ஞானஸ்நானம் பெற்றுக்கொள்ளும்படியாய் பரலோக ராஜ்யத்துக்கு ஒரு தகுதியை பெற்றுக்கொள்ள கர்த்தர் இந்த அம்மச்சிக்கு கொடுத்த ஸ்லாக்கியத்துக்காய் ஸ்தோத்திரம் பண்ணுவோம். பரிசுத்தாவின் அபிஷேகத்தை கர்த்தர் கொடுத்து பரலோக ராஜ்யத்தின் முத்திரையை பெற்றுக்கொள்ள கர்த்தர் உதவி செய்தார். அதற்காக ஸ்தோத்திரம் பண்ணுவோம். இந்த மேன்மையான பரிசுத்தவானுடைய ஐக்கியத்துல கடைசி வரைக்கும் நிலைத்திருக்க அறிந்து கொண்ட சத்தியத்துக்கு உண்மையாய் ஜீவிக்க கர்த்தர் அம்மச்சிக்கு விசேஷித்த கிருபை கர்த்தர் கட்டளையிட்டார். அதன் மூலமாக 9 பிள்ளைகளை பெற்றெடுக்கவும் அவர்கள் கர்த்தருக்குள் வழிநடத்தவும் கர்த்தர் கொடுத்ததான சகல கிருபைகளுக்காய் கர்த்தரை ஸ்தோத்திரம். கர்த்தருடைய சமூகத்தை அவர்கள் அதிகமாய் வாஞ்சித்தார்கள். அதிகமாய் கர்த்தருடைய பாடல்களை பாடி கர்த்தருக்குள்ள சந்தோஷப்பட்டு களிகூறக்கூடிய ஒரு அமைச்சியாய் காணப்பட்டார்கள். அதெல்லாம் கர்த்தர் கொடுத்ததான விலையேற பெற்ற ஒரு கிருபை என்று சொல்லலாம். அந்த கிருபையை கடைசி வரைக்கும் காத்துக்கொள்ள அமைச்சு கர்த்தர் கிருபை செய்தார். தேவ சமூகத்தை எப்போது உண்டு பண்ணி கொண்டே இருந்தார்கள். பரிசுத்தவான்களை கனப்படுத்துவதும் அது மாத்திரமல்ல, இந்த வருஷத்தின் துவக்கத்தில் கர்த்தருடைய பந்தியை எடுத்து அந்த நம்பிக்கையோடு விசுவாசத்தோடு கர்த்தருடைய சமூகத்தில் போய் சேர கர்த்தர் உதவி செய்தார். அதற்காக கர்த்தரை ஸ்தோத்திரம் பண்ணுவோம். கர்த்தருடைய பரிசுத்தவானுடைய மரணம் அவர் பார்வைக்கு அருமையானதா இருக்கிறது. இவர்களுக்குள்ள விதைக்கப்பட்ட அந்த விசுவாசம் அருமையானதா இருந்தது. இவர்களுக்குள்ள விதைக்கப்பட்டதான அந்த கிருபை ஒவ்வொரு ஆவிக்குரிய அனுபவங்களும் அது அருமையாக காணப்பட்டது. அது போலத்தான் இவருடைய முடிவும் கூட அருமையாய் காணப்பட்டது. தான் நினைத்ததான தான் நேசித்ததான பிள்ளைகளை காணும்படியாக கர்த்தர் கடைசி நேரத்திலும் கர்த்தர் இவர்களுக்கு இரக்கம் செய்தார். அது ஆகியனால தான் இவர்களுடைய முடிவு ஒரு சம்பூர்ணமான ஒரு முடிவாய் காணப்பட்டது. ஆகியனால கர்த்தருக்குள் மரிக்கிறவர்கள் இது முதல் பாக்கியவான்கள் என்று எழுதப்பட்டதான வார்த்தை இவர்களுக்குள் நிறைவேற கர்த்தர் உதவி செய்தபடி நாள் கர்த்தரை ஸ்தோத்திரம் பண்ணுவோம். இந்த வீட்டில் நடமாடி இந்த வீட்டில் தேவனை ஆராதித்து கொண்டு இந்த வீட்டிலேயே புழங்கிக் கொண்டே இருந்தார்கள். அவர்கள் இந்த வீட்டிலிருந்து இந்த ஃபெய்த்தோமுக்கு இவருடைய சரீரத்தை கொண்டு போகிறோம்.
ஆனால் இவருடைய நடமாடின அனுபவங்கள் எல்லாம் ஒவ்வொருவருக்கும் அது ஆச்சரியமாய் காணப்பட்டு கொண்டே இருக்கிறது. அதனால் ஒவ்வொரு பிள்ளைகளுடைய குடும்பங்களையும் கர்த்தர் ஆறுதல் படுத்தி அவர்களுடைய குடும்பங்களில் கர்த்தரே ஆளுகை செய்து நடத்தும்படியாய் ஸ்தோத்திரம் பண்ணுவோம். விருந்து வீட்டுக்கு போவதை பார்க்கலாம், துக்க வீட்டுக்கு போகிறது நல்லது. அங்கே எல்லா மனுஷனுடைய முடிவும் அங்கே காணப்படும். உயிரோடு இருக்கிறவன் அங்கே சிந்திக்க கடவுள் என்று சொல்லப்பட்டிருக்கிறது. ஜீவனோடு இருக்கிற நாம் அடக்காராதனையில இவர்களை குறித்து தான் மேன்மையான காரியங்களும் பரலோகத்தின் வெளிப்படுத்தலையும் பெற்றுக்கொண்டு நம் கர்த்தருக்காக ஜீவிக்க கர்த்தர் தாமே கிருபை செய்யும்படியாய் ஸ்தோத்திரம் பண்ணுவோம். இவர்களுக்குள்ள ஒரு நம்பிக்கை இருந்தது. அந்த நம்பிக்கை இயேசுவுடைய முகத்தை நான் தரிசிப்பேன். ஆகையினால தான் கடைசி ராபோஜனத்தையே எடுக்கக்கூடிய அந்த கிருபை இவர்கள் பெற்றுக்கொண்டார்கள். யார் கடைசி ராபோஜனம் எடுத்திருக்கிறார்களோ அவர்களுக்கு ஒரு நிச்சயமான ஒரு முடிவு இருக்கும், நிச்சயமான ஒரு நம்பிக்கை இருக்கும். என்னுடைய நேசர் வந்தால் நான் அவருடைய முகத்தை பார்ப்பேன். இவர்கள் முன்னமே கடந்து போயிருக்கிறார்கள், முன்னமே காலம் சென்றவர்கள் பாக்கியவான்கள் என்று சொல்லப்பட்டிருக்கிறது. அதனால இவருடைய அடிச்சுவடுகளை, கிறிஸ்துவனுடைய அடிச்சுவடுகளை நாமும் பின்பற்றும்படியாக இந்த நாட்களில் விலையேற பெற்ற கிருபையை கட்டளையிடும்படியாக ஸ்தோத்திரம். நடக்கிறதான அடக்காராதனையும் மற்றும் பலியில் நடக்கக்கூடியதான கடைசி ஆராதனையும் கர்த்தர் பொறுப்படுத்தி ஆசீர்வதிக்கும்படியாய் ஸ்தோத்திரம் பண்ணுவோம். ஸ்தோத்திரம் ஸ்தோத்திரம். സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയമാതാവിൻ്റെ ഈ അന്ത്യശുശ്രൂഷയിൽ കടന്നു വന്ന പ്രിയമാതാവിനെ കാണുവാൻ കർത്താവ് ഇങ്ങനെയൊരു സന്ദർഭം ഒരുക്കി. അവിചാരിതമായ സമയത്താണ് ഇങ്ങനെയൊരു വാർത്ത കേൾക്കുവാനിടയായത്. പ്രിയമാതാവ് താൻ പ്രിയം വെച്ചതായി കർത്താവിൽ ചേർക്കപ്പെട്ടു എന്ന് കേട്ടപ്പോൾ പ്രിയമാതാവിനെക്കുറിച്ച് കേട്ട മാത്രയിൽ തന്നെ ആ മാതാവിനെ ഒന്ന് കടന്നു വന്ന് കാണണം, ശുശ്രൂഷയിൽ ഒന്ന് പങ്കെടുക്കണമെന്ന് വലിയ താല്പര്യമുണ്ടായി. മറ്റ് ശുശ്രൂഷകൾ, ഒരു വിവാഹ ശുശ്രൂഷയും ഒരു അടക്ക ശുശ്രൂഷയും ഒക്കെയും ഉണ്ടായിരുന്നു. നടത്തിയപ്പോൾ അത് ഫലമേൽപ്പിച്ചതാണ്. അതെല്ലാം മറ്റ് സഹോദരങ്ങളെ ഫലമേൽപ്പിച്ചിട്ട് ഈ പ്രിയ മാതാവിൻ്റെ അന്ത്യശുശ്രൂഷയിൽ കടന്നു വന്ന് സംബന്ധിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ ചെയ്തു. അവിടെ നിന്ന് 10-11ഓളം പേർ കടന്നു വരുവാനെല്ലാം ദൈവം ഇടയാക്കി. പ്രിയമാതാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മരണം എന്നത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. മരണം എല്ലാവർക്കും ഉണ്ട്. എന്നാൽ ആ മരണം എങ്ങനെയുള്ളതായിരിക്കും, എപ്പോഴായിരിക്കും എന്നത് നാം അറിയുന്നില്ല. എപ്പോഴായിരുന്നാലും അത് വിലയേറപ്പെട്ടതായ ഒരു മരണമായി, വിശേഷിക്കപ്പെട്ടതായ ഒരു മരണമായി, ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ മരണമായി തീരണം. ഇന്ന് ലോകത്തിൽ ഒരു മനുഷ്യൻ ജനിച്ചാൽ പിന്നെ അവൻ്റെ ഓട്ടമെല്ലാം ആ മരണത്തെ നോക്കി, അല്ലെങ്കിൽ അവൻ്റെ ആ അവസാനത്തെ നോക്കിയുള്ളതായ പ്രയാണമാണ് ഈ ജീവിതം എന്ന് പറയുന്നത്. അതിനിടയിൽ കർത്താവായ യേശുക്രിസ്തുവിനെ എത്ര പേർക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നു? ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടെത്തി ആ കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ദൈവിക കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് ഈ അപ്പോസ്തോലികമായ ഉപദേശത്തിൽ, വിശുദ്ധന്മാരുടെ ഐക്യത്തിൽ ഈ പ്രിയ മാതാവിന് കടന്നു വരുവാൻ സഹായിച്ചു. അതെത്രയോ ഭാഗ്യകരമായ അനുഭവമാണ്. വേദപുസ്തകത്തിൽ പഠിക്കുമ്പോൾ 3 ഭാഗ്യകരമായ അനുഭവമുണ്ട്. ഒന്ന് 32-ാം സങ്കീർത്തനത്തിൽ നാം പഠിക്കുമ്പോൾ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. രണ്ടാമത് വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുമ്പോൾ ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. മൂന്നാമത് വീണ്ടും വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുമ്പോൾ 1-ാം പുനരുത്ഥാനത്തിൽ
പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവന് രണ്ടാം മരണത്തിൽ അത് ഓഹരിയില്ല, അല്ലെങ്കിൽ അവന് പങ്കില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാമും ഭാഗ്യകരമായ ജീവിതം നയിക്കുന്നവരായി, വിശേഷിക്കപ്പെട്ടതായ ജീവിതം നയിക്കുന്നവരായി നാം തീരണം. നാം ഭാഗ്യകരമായ ജീവിതം നയിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണമെന്ന് തിരുവചനം വളരെ വ്യക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഒരുവൻ ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ചു ജീവിക്കുന്നു എങ്കിൽ മാത്രമേ അവൻ്റെ ജീവിതം ധന്യമായും ജീവിതത്തിനപ്പുറമായി അത് സ്വർഗത്തിൽ കർത്താവിനോടുകൂടെ ഒരു നിത്യമായ ഭാഗ്യകരമായ ജീവിതം. യോബിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ അവർ എൻ്റെ വാക്ക് കേട്ടനുസരിച്ച് അവർ തങ്ങളുടെ നാളുകളെ ഭാഗ്യത്തിലും തങ്ങളുടെ ആണ്ടുകളെ ആനന്ദത്തിലും കഴിച്ചു കൂട്ടുമെന്ന് യോബിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നു. ഇവിടെ മരണമെന്നതായ യാഥാർത്ഥ്യത്തിന് മുൻപാകെ നാം നിൽക്കുമ്പോൾ നാമും ചിന്തിച്ചു കൊള്ളണം, നമുക്കും ഒരു കടന്നുപോക്കുണ്ട്. കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്തില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. അപ്പോൾ ഒരു മരണമുണ്ട് എന്ന് ഏത് മനുഷ്യനും അറിഞ്ഞുകൊള്ളണം. മരിക്കുമെന്ന് മനസ്സിലാക്കാത്ത മനുഷ്യനും മരണത്തിനപ്പുറം എന്ത് സംഭവിക്കുന്നു അറിയാത്ത മനുഷ്യനും വേദപുസ്തകം അല്ലെങ്കിൽ കർത്താവ് അവനെ അഭിസംബോധന ചെയ്യുന്നത്, അവനെ വിളിക്കുന്നത് മൂഢ എന്നാണ്. അതെ, മൂഢ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും. അപ്പോൾ വിതച്ചാൽ, ഒരു വിത്ത് ഈ ഭൂമിയിൽ വിതച്ചാൽ അതിന് ഒരു ചെടിയായത് മുളച്ചു വരുമെന്നുള്ളതായ ഒരറിവ് എല്ലാ മനുഷ്യർക്കും ഉള്ളതുപോലെ ഈ ലോകത്തിൽ ജീവിച്ച മരണം വഴിയായി നാം കടന്നുപോയാൽ അതിനപ്പുറം ഒരു അനുഭവമുണ്ട് എന്ന് മനസ്സിലാക്കാത്ത മനുഷ്യൻ മൂഢനാണ്. മറ്റൊരു സന്ദർഭം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം പഠിക്കുമ്പോൾ ഒരു ധനവാനായ മനുഷ്യന്റെ കൃഷിയെല്ലാം നന്നായി വിളഞ്ഞ് അതെല്ലാം കൂട്ടിവെക്കുവാൻ കളപ്പുര ഇല്ലാതെ അവൻ പുതിയ കളപ്പുരകളെ പൊളിച്ചു പണിയുമെന്ന് പറഞ്ഞ് അവൻ ആലോചിച്ച് അതിനുവേണ്ടി പ്രയത്നിക്കുമ്പോൾ കർത്താവ് ആ രാത്രിയിൽ ആ മനുഷ്യനോട് ചോദിക്കുന്നു, മൂഢ, ഇന്ന് രാത്രിയിൽ ഞാൻ നിന്റെ ആത്മാവിനെ നിന്നോട് ചോദിക്കും, നീ ഒരുക്കി വെച്ചത് ആർക്കാകും? അപ്പോൾ ഒരു മരണമുണ്ടായി എന്ന് മനസ്സിലാക്കുകയും മരണത്തിന് അപ്പുറമായ ഒരു ജീവിതമുണ്ടായി എന്ന് മനസ്സിലാക്കുകയും ചെയ്തില്ല എങ്കിൽ ഈ ഭൂമിയിൽ മനുഷ്യൻ അവൻ വെറും മൂഢനാണ് എന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ കൃപയാൽ ഇവിടെ കൂടി വന്നിരിക്കുന്നവരിൽ മിക്കപേരും ആ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് ഈ ജീവിതത്തിനൊരു പ്രതിഫലമുണ്ട് എന്ന് മനസ്സിലാക്കി ഈ കഷ്ടവും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെയുള്ളതായ ഈ ക്രിസ്തീയ ജീവിതം തെരഞ്ഞെടുത്ത് അതിൽ ദൈവത്തെ ആരാധിച്ചും മഹത്വപ്പെടുത്തിയും ദൈവികമായ കൽപ്പനകളെ പ്രമാണിച്ചും കൊണ്ട് പ്രത്യാശയോടെ ജീവിക്കുന്ന അനേകം ദൈവമക്കളെ ഈ ദേശത്തും ദൈവം തന്നിരിക്കയാൽ ദൈവത്തെ അധികമായി വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഈ പ്രിയ മാതാവിനും 109 വയസ്സ് വരെയും ഈ ഭൂമിയിൽ 70 ഏറെയായാൽ 80 മാത്രമാണ് ദൈവവചനം നമുക്ക് കാണിക്കുന്നത്. 90-ാം സങ്കീർത്തനത്തിൽ മോശ പറയുമ്പോൾ 70 ഏറെയായാൽ 80, എന്നാൽ ദൈവം ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തുമെന്ന് പറഞ്ഞതുപോലെ പ്രിയ മാതാവിന് 109 വയസ്സ് ഈ ഭൂമിയിൽ ജീവിപ്പാനും മക്കളെയും മക്കളുടെ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെയും കാണുവാൻ ദൈവം ഭാഗ്യം കൊടുത്തു എന്നത് വിശേഷിക്കപ്പെട്ടതായ ഒരു അനുഭവമാണ്. എന്തിന് ഈ കഷ്ടമുള്ളതായ പാതയെ തിരഞ്ഞെടുത്തു? ഈ വിശ്വാസം എത്രയോ വർഷങ്ങൾക്ക് മുൻപ് നാമെല്ലാം ഇന്നലെ ഉണ്ടായവരും ഒന്നും അറിയാത്തവരുമല്ലോ എന്ന് യോബിന്റെ പുസ്തകത്തിൽ വായിക്കുന്ന പോലെ ഒന്നുമില്ലാതിരുന്നതായ സ്ഥാനത്ത് പല പ്രതികൂലങ്ങളും പ്രയാസങ്ങളും കഷ്ടങ്ങളും വിശ്വാസത്തിന്റെ പരിശോധനകളെല്ലാം സഹിച്ച ഈ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ പ്രിയ മാതാവ് ജീവിച്ചു. കാരണം തനിക്കൊരു വലിയ പ്രത്യാശ ദൈവം കൊടുത്തു. കർത്താവിനോടുകൂടെ ആ നിത്യ സ്വർഗത്തിൽ കർത്താവിനൂടെ കൂടെ കാണപ്പെടുമെന്നുള്ളതായ ആ പ്രത്യാശയാണ് ഈ ലോകത്തിലെ കഷ്ടങ്ങളെല്ലാം സഹിപ്പാൻ. കർത്താവ് പറഞ്ഞല്ലോ, ലോകത്തിൽ നിന്ന് കഷ്ടമുണ്ട്, ഈ ലോകത്തിൽ മാത്രമേ കഷ്ടമുള്ളൂ. അത് നാം മനസ്സിലാക്കിക്കൊള്ളണം. ഇതിനപ്പുറമായ ലോകത്തിൽ നാം കടന്നു പോകുന്ന കർത്താവിൻ്റെ സ്വർഗരാജ്യത്തിൽ അവിടെ ദുഃഖമില്ല, അവിടെ കണ്ണുനീരില്ല, അവിടെ നെടുവീർപ്പില്ല, അവിടെ മുറവിളിയില്ല എന്ന് നാം അറിയുന്നു. എന്നാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങളൊക്കെ സഹിപ്പാൻ വലിയ പ്രത്യാശയും അതിലുപരിയായി ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ പകർന്ന
കഷ്ടങ്ങളിലൊക്കെയും ധീരമായി നിലനിൽക്കുവാൻ ദൈവം പ്രിയ മാതാവിന് ഭാഗ്യം കൊടുത്തു. അതെത്രയോ വിശേഷിക്കപ്പെട്ടതായ ഒരു അനുഭവമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളണം. നമ്മുടെ ഈ ജീവിതത്തിൽ അതെ ഒരു പ്രതിഫലമുണ്ട് ഈ ജീവിതത്തിന്. ഈ മാതാവ് ഇത്രത്തോളം ആ പ്രത്യാശയോടെ കർത്താവിൻ്റെ രാജ്യത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നു, ഞാൻ നല്ലപോർ പൊരുതി ഓട്ടം തികച്ച വിശ്വാസം കാത്തു, ഒരു നീതിയുടെ കിരീടം എനിക്കായി വെക്കപ്പെട്ടിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപനായ കർത്താവ് ആ ദിവസം എനിക്ക് തരും. ആ വലിയ നിശ്ചയം വിശുദ്ധ പൗലോസിനുണ്ടായിരുന്നത് പോലെ ഈ പ്രിയ മാതാവിനും അത് ദൈവം ഒരു അവകാശം, ദൈവം ഒരു പ്രതിഫലം, ദൈവം ഒരു വിരുദ്ധ, ദൈവം ഒരു അവകാശം ഒരുക്കുന്നു എന്നുള്ളതായ ആ വലിയ പ്രത്യാശയോടെ ഈ ലോകത്തിലെ കഷ്ടങ്ങളെല്ലാം സഹിച്ച, പാടുകളെല്ലാം സഹിച്ച വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, പ്രത്യാശ നഷ്ടപ്പെടാതെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിപ്പാൻ പ്രിയ മാതാവിന് ദൈവം ഭാഗ്യം കൊടുത്തു. പ്രിയ ദൈവമക്കളെ, നമുക്ക് ഒരു പ്രത്യാശയുണ്ട് എന്നുള്ളത് നാം അറിഞ്ഞുകൊള്ളണം. ഈ പ്രത്യാശയെ നാം മുറുകെ പിടിച്ചാൽ ഒരു പ്രതിഫലം ദൈവം ഒരുക്കുന്നു. ദാനിയേലിനോട് ദൈവം പറയുകയാണ്, നീയോ ദാനിയേലേ പോയി വിശ്രമിച്ചു കൊള്ളുക, കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരും. ഓരോ പ്രതിഫലത്തെ കുറിച്ചുള്ളതായ അതേ മുന്നറിയിപ്പ് കർത്താവ് ദാനിയേലിന് കൊടുക്കുകയാണ്. ദാനിയേലിനോട് കർത്താവ് പറയുകയാണ്, നിനക്കൊരു പ്രതിഫലമുണ്ട്, കാലാവസാനത്തിങ്കൽ ഞാനത് നിനക്ക് തരും. നമ്മിൽ എത്ര പേർക്ക് അതെ ആ പ്രതിഫലത്തെ കുറിച്ച് നിശ്ചയമുണ്ട്? ഈ ജീവിതത്തിന്, ഈ കഷ്ടമേറിയ ഈ ക്രിസ്തീയ ജീവിതത്തിന് ഒരു പ്രതിഫലമുണ്ട്, ഒരു അവകാശമുണ്ട്, ഒരു വിരുദുണ്ട് എന്ന് മനസ്സിലാക്കി നാം അതിനു വേണ്ടി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊള്ളണം. ദാനിയേലിനോട് ദൈവം ഒരു അവകാശമുണ്ട് എന്ന് പറഞ്ഞല്ലോ, ഒരു പ്രതിഫലമുണ്ട് എന്ന് തന്നോട് പറഞ്ഞു. നീ ഇപ്പോൾ പോയി വിശ്രമിച്ച കാലാവസാനത്തിങ്കൽ അതെ നീ ആ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരിക എന്ന് ദാനിയേലിനെ ദൈവം പറഞ്ഞയക്കുകയാണ്. ഈ ലോകത്തിൽ നിന്ന് പറഞ്ഞ് നാമും അതെ അയക്കപ്പെടുമ്പോൾ, ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ആ വലിയ പ്രത്യാശയോടെ ആയിരിക്കണം നമ്മുടെയും കടന്നുപോക്ക് എന്നത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ. ദാനിയേലിന്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് അവൻ ആ പ്രതിഫലം ദൈവം ഒരുക്കിയത്? ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ദാനിയേൽ ഹൃദയത്തിൽ ഒരു തീരുമാനമെടുത്തു. എന്താണ് ആ തീരുമാനം? തന്നെ തന്നെ അശുദ്ധനാക്കുകയില്ല. അതെ, അങ്ങനെ ജീവിക്കണമെങ്കിൽ അതെ ഈ ദൈവികമായ പ്രമാണങ്ങളെ അനുസരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ തങ്ങളുടെ മനസാക്ഷിയിൽ കറപ്പെടാതെ തങ്ങളുടെ ഹൃദയത്തെ വിശുദ്ധിയിൽ നയിപ്പാൻ സാധ്യമാകുകയുള്ളൂ. ദാനിയേലിനോട് അതേ ദൈവം പറയുന്നു, നിന്നെ വിരുദ് പ്രാപിപ്പാൻ നീ കാലാവസാനത്തെങ്കിൽ എഴുന്നേറ്റ് വരും. മൂന്നാമതായി ദാനിയേലിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, അവൻ തൻ്റെ ജീവിതത്തിൽ അതെ അവൻ ഒരു പ്രിയ പുരുഷനായി ദൈവത്തിന് ഇഷ്ടനായി അവൻ തീർന്നു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ പ്രിയ പുരുഷനായി അവൻ മാറ്റപ്പെട്ടു. മാത്രമല്ല അവൻ്റെ ജീവിതത്തിൽ അവൻ ദിവസവും 3 നേരം പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാർത്ഥന അനുഭവങ്ങൾ എത്രയാണ്? ക്രിസ്ത്യ ജീവിതത്തിൻ്റെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് പ്രാർത്ഥനാനുഭവം എന്നത്. പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ ഇന്നും ലോകത്തിൽ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പ്രാർത്ഥനയെ നാം സൂക്ഷിച്ചു കൊള്ളണം, ശുദ്ധ മനസാക്ഷിയെ സൂക്ഷിച്ചു കൊള്ളണം. അത് ദൈവത്തിന് മുൻപാകെ അവന് ഇഷ്ടനായി, അവന് പ്രിയനായി കാണപ്പെടുവാനിടയാകണം. ദാനിയേൽ ദൈവ